ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് തമാശകൾ. ഞാൻ ഹോസ്റ്റ് ജെറി ജേക്കബ് ജോൺ. ഞാൻ ഹോസ്റ്റ് ലിജോ വർഗീസ്. ഞാൻ ഹോസ്റ്റ് ഡാനിയൽ റിജിമോൻ. അതെ, നമ്മുടെ സാറ്റർഡേ കോർണർ എപ്പിസോഡ് നമ്പർ 4 സീസൺ 2 അതും പറഞ്ഞു. നമ്മുടെ സാറ്റർഡേ കോർണറിന്റെ ഹോസ്റ്റായ ജോൽ തോമസ് ചില സാങ്കേതിക കാരണങ്ങളാൽ അവനും 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ പുതിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. വിടവ് നികത്താൻ പുതിയ ഹോസ്റ്റ് ലിജോ ഇമ്മണി വലിയ ഹോസ്റ്റ് ലിജോ വർഗീസ്. അപ്പോൾ നമ്മുടെ സ്പോർട്സ് സംബന്ധത്തിൽ ഇതിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് നമുക്ക് സ്പോർട്സ് എന്ന് പറയാൻ വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അതെ, നമ്മുടെ ഇന്ത്യയുടെ സൂപ്പർ 8 നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സൂപ്പർ 8. അതെ, എല്ലാവരുടെ ഇപ്പം 2 മാച്ച് വീതം കഴിഞ്ഞു. ഏകദേശം സെക്കൻഡ് മാച്ചിലോട്ടൊക്കെ കിടക്കുകയും ചെയ്യുന്നു. അതെ, ഇന്ന് കളിയുണ്ട്. ഇന്ന് ഇന്ത്യയുടെ കളിയുണ്ട്. ഇന്ന് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ എന്താ ക്വാളിഫൈ ആവോ? അതോ ചാൻസ് ഉണ്ട്. ക്വാളിഫൈ ആകാൻ കൂടുതൽ അടുത്തോട്ട് വരികയാണ്. ഇപ്പം ബാക്കിയുള്ളവർ തോറ്റു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ ക്വാളിഫൈ ആവും. അതൊരു നല്ല ഇതാ. ഇന്ത്യയുടെ കൂടെ ബാക്കി ആരൊക്കെയാണ് ഇന്ത്യയുടെ കൂടെ? ഓസ്ട്രേലിയയും പിന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചല്ലോ. സെക്കൻഡ് കളി ബംഗ്ലാദേശുമായിട്ട് ജയിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 4 പോയിന്റ് കിട്ടുമല്ലേ. ഇന്ത്യയുടെ കളി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുംറയുടെ പ്രകടനമാണ്. ബുംറയുടെ കഴിഞ്ഞ കളിയിലെ പ്രകടനം തന്നെ ഭയങ്കര മികച്ച, അതായത് 1.8 എക്കണോമി വരുന്ന. കഴിഞ്ഞ കളി മാത്രമല്ല, അത്യാവശ്യം വേൾഡ് കപ്പിൽ ഇപ്പോൾ കളിച്ച എല്ലാ കളികളും ബുംറ അത്യാവശ്യം അതെ. എന്നാലും ആ ഒരു സ്കോർ സത്യം പറയാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് 7 റൺസ് മാത്രമാണ് ബുംറ കൊടുത്തിട്ടുള്ളത് 4 ഓവറിൽ. ഒരു മെയ്ഡൻ ഓവർ എടുത്തു, 3 വിക്കറ്റ് എടുത്തു കഴിഞ്ഞ അഫ്ഗാനിസ്ഥാനെതിരെ. അല്ല, നമ്മുടെ പാകിസ്ഥാനെതിരെ നല്ല സൂപ്പർ കളി കളിച്ചുകൊണ്ട് ബൂമ്ര കളിച്ചുകൊണ്ട് മാത്രമാണല്ലോ. വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം, ബൂമ്ര കളിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ജയിച്ചത്. അതെ, ബൂമ്രയുടെ കറക്റ്റ് ടൈമിങ് ബോളിംഗ് വിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെതിരെ ജയിച്ചത്. നമുക്ക് ബോളിംഗ് കാര്യത്തിൽ ഇപ്പൊ വലിയ വിഷയം വരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ബാറ്റിംഗ് ആണ് ഇപ്പൊ വിഷയം നിൽക്കുന്നത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊന്നും നമ്മൾ പാർട്ണർഷിപ്പ് പ്രതീക്ഷ അത്രയും മുന്നോട്ട് ഫോമിലേക്ക് എത്തുന്നില്ല. ലിജോയ്, നമ്മുടെ പിച്ചിന്റെ എന്തോ വിഷയം ഉണ്ടെന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. ആദ്യത്തെ എനിക്ക് ഇതിനെപ്പറ്റി ആലങ്കാരികമായി അറിയത്തില്ല പിച്ചിനെ പറ്റി. ഇച്ചിരി ബോളിംഗ് പിച്ചാണ് അമേരിക്കയിലെയൊക്കെ, അതുകൊണ്ടും കാരണമാകാം. കുറെ പേര് നമ്മൾ പറയുകയാണെങ്കിൽ ജഡേജയൊക്കെ നമ്മൾ പ്രതീക്ഷയേക്കാൾ ഫോം ഔട്ടാ സത്യം പറഞ്ഞ. ബാറ്റിംഗിലാണെങ്കിലും ജഡേജയുടെ ഒരു കളിയൊന്നും ജഡേജ ഇതുവരെ വന്നിട്ടില്ല. ശിവൻ ദുബൈയും ഫോം ഔട്ട് തന്നെയാണ്. പക്ഷേ അതെ, അത് പറയാൻ വരുന്നത് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ ഒരാളെ നമ്മള് അത്രയും പറഞ്ഞ് ഇന്ത്യൻ ടീമിൽ എല്ലാവരും ഭയങ്കര ആഘോഷിച്ച് അന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നു. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ വന്നു, പക്ഷെ ടീമിൽ വന്നിട്ട് കളി കാണുന്നില്ല. അത് എനിക്കൊന്നും കളിച്ചുള്ളൂ, ഒരു ട്രയൽ മാച്ച് മാത്രമേ കളിച്ചുള്ളൂ. അത് പ്രകടനമായിരുന്നു സത്യം പറഞ്ഞ. ഇനിയിപ്പോ ഒരു അവസരം കൊടുത്തു നോക്കേണ്ടതാണ്. അതെ, ശിവൻ ഡൂബയെ നിർത്തിയേക്കുന്നതിന്റെ കാരണം ശിവൻ ഡൂബെ ഒരു ബോളിംഗ് ഓപ്ഷനും കൂടെ ഉണ്ട്. പക്ഷെ ശിവൻ ഡൂബയെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സഞ്ജു സാംസൺ. ശിവൻ ഡൂബെ ഈ ഉപയോഗിച്ച കളികളിലൊന്നും വലിയ വിക്കറ്റും എടുത്തിട്ടില്ല, വലിയ റണ്ണും എടുത്തിട്ടില്ല. ഏതോ ഒരു കളിയിൽ മാത്രം 20 റണ്ണും കണ്ട് എടുത്തിട്ടുള്ളൂ. അതെ, ബാക്കി എല്ലാ കളിയിലും സിംഗിൾ ഡിജിറ്റിലാണ് ഔട്ട് ആവുന്നത്. അതെ, അപ്പോൾ അവ മാറ്റി നോക്കാവുന്നതാണ് അടുത്തൊരു കളി. പക്ഷേ ഇനിയിപ്പോൾ അറിയത്തില്ല, ഈ ടീമിനെ മാറ്റാതെ തന്നെ നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കാത്ത കളി എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയുടെയാണ്. ഭയങ്കര ഒരുപാട് നല്ലതന്നെയാണ്, ബോളിംഗ് നല്ലതാണ്. അതെ, നല്ല മികച്ച രീതി ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നുണ്ട്. ഋഷഭ് പന്ത് നല്ല മികച്ച രീതി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ 2 കളികളിൽ നല്ല ഫോമിലായിരുന്നു ബാറ്റിങ്. പിന്നെ എടുത്തു പറയുന്നത് ഇനിയിപ്പോ ഇന്നത്തെ കളി അനുസരിച്ചിരിക്കും. കഴിഞ്ഞ് വേണമെങ്കിൽ ഇന്നത്തെ കളി ഇന്ത്യ ജയിക്കുവാണെങ്കിൽ സഞ്ജുവിന് വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കാം. ലാസ്റ്റ് കളി കളിക്കുന്നത് പിന്നെ ഫ്രീ ആണല്ലോ കൊടുപ്പിക്കാം. അത് ബാക്കി ഒരുപാട് പേരുണ്ട്. എനിക്കൊന്നും റിങ്കു സിംഗ് അവർക്കൊക്കെ പക്ഷെ അന്നേരം അവരെ മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ അടുത്തൊരു ആൾ ആരാന്നുള്ളത്. നമുക്ക് സഞ്ജു ആണല്ലോ മെയിൻ. മലയാളികളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് ഒരു സൈഡിൽ കൂടെ നമ്മുടെ യൂറോ കപ്പ് ഇപ്പം തുടങ്ങി വരുന്നേ ഉള്ളൂ. എന്താ മൂത്ത് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ സംഭവം. എങ്ങനെ അതായത് ഇപ്പോൾ നമ്മുടെ ക്വാളിഫൈ ആയി കേട്ടോ. ജർമ്മനി ക്വാളിഫൈ ആയി, സ്പെയിനും ക്വാളിഫൈ ആയി. ജർമ്മനി പക്ഷേ ഇത്തവണ ഭയങ്കര വലിയ ടീമാണ്. ബിൽഡൊക്കെ അടിപൊളിയാണ്, നല്ലോണം കളിക്കുന്നുണ്ട്. സ്പെയിനും കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടോണി ക്രൂസിന്റെ കളി തന്നെ നല്ല കളി തന്നെയാണ്. പുള്ളി വിരമിച്ചതിന് ശേഷം തിരിച്ചു വന്ന് കളിക്കുകയാണ്.
പിന്നെ യൂറോ കപ്പില് സ്പെയിൻ എടുക്ക്, ചെറിയ പിള്ളേരെ വെച്ചാൽ കളിക്കുന്നത് അടിപൊളി കളിയാണ്. ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ അതെ ക്യാപ്റ്റന്റെ ബാഡ്ജിന്റെ കാര്യം. അതൊരു സത്യം പറഞ്ഞ ഒരു യൂസ്ലെസ് റൂളാണ്, ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട സംഭവമല്ലേ. ഇഷ്ടമുള്ളവർക്ക് ഇടാം, അങ്ങനെ ഒരു രീതി വെച്ചാൽ മതി. എല്ലാവരും അതിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂറോ കപ്പ് കളിക്കുന്ന എല്ലാ ടീമിന്റെയും ക്യാപ്റ്റന്മാർ ധരിക്കുന്ന ബാഡ്ജ് പ്രൈഡിന്റെ ബാഡ്ജ് ആയിരിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് യൂറോ കപ്പില്. അതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു യൂസ്ലെസ് നിയമമാണ്. പക്ഷേ ക്രിസ്ത്യാനോ അത് ഇട്ടിട്ടില്ല. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രം അത് ബാക്കിയുള്ള രീതിയിൽ ചെയ്തു. പിന്നെ അതൊക്കെ ഒരു അനാവശ്യ നിയമങ്ങളായിട്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ കോപ്പ അമേരിക്ക. അത് തുടങ്ങി നമ്മുടെ ആരാണ്? അർജന്റീന. ഫസ്റ്റ് കളിയിൽ തന്നെ 2 ഗോളിലാണ് ജയിച്ചത്. അർജന്റീന മികച്ച അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലടാ അർജന്റീന ജയിക്കുന്നു. ടോപ്പ് 1 ടീം ഇപ്പൊ മികച്ച 1ാമത്തെ നമ്പർ ടീം ഏതാ? അതെ, അർജന്റീന. ഇനിയും ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തിരിക്കുന്ന പ്ലെയർ മെസ്സി. മെസ്സി 200 റെക്കോർഡ് എടുത്തു. നമ്മുടെ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കളിച്ച പ്ലെയർ. അതെ, എല്ലാം മെസ്സിക്ക്. ഇത്തവണയും കോപ്പ തൂക്കും. ഇത്തവണ ചുമ്മാ വരികയാണ്, ചുമ്മാ കളിക്കുകയാണ്, ഫ്രീ ആയിട്ട് കളിക്കും. എന്നിട്ടും ജയിക്കുന്നുള്ള ഉറപ്പാവും. കേട്ടില്ല, ഫ്രീ ആയിട്ട് കപ്പ് കൊണ്ടുപോകാൻ നോക്കാം. എനിക്ക് എതിര് പറയാൻ ആരും ത്വര അങ്ങോട്ട് പറയാനായിട്ടായിരുന്നു. അർജന്റീന ഇത്രയും ടെൻഷൻ ഇല്ലാതെ കളിക്കുന്നത്. മെസ്സിയൊക്കെയാണ് എൻജോയ് ചെയ്ത കളിക്കുന്നത്. മെസ്സി, ഡിമരിയ എല്ലാം അടിപൊളിയായിട്ട് കളിക്കുന്നത്. നമ്മൾ അർജന്റീന അത്രേ ഉള്ളൂ. അവരുടെ അവിടുത്തെ യുവ പിള്ളേർക്കാണല്ലോ അവിടുത്തെ കളിക്കാൻ ഒരു ഭയങ്കര വാശി പോലെയൊക്കെ. പിന്നെ എന്താണ് അർജന്റീന ചിലിയുമായിട്ടല്ലേ ജയിക്കൂടാ, എന്ത് ചോദിക്കാനൊന്നും ഇല്ല. അതൊക്കെ നമുക്കാവും. നമ്മളിപ്പോ ടീമൊന്നും നോക്കുന്നില്ല. വേണ്ട ബ്രസീൽ വരുമ്പോ ഒന്ന് നോക്കാം. ബ്രസീൽ കളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇത് നോക്കാം. അല്ല, അതും ജയിക്കും. ബ്രസീലിന്റെ കളി വരുന്നുണ്ട് കേട്ടോ. സത്യം 25-ാം തീയതി ഞങ്ങൾ കളി വരുന്നുണ്ട്. നമ്മള് ടീം ഒന്നും നോക്കുന്നില്ല, അർജന്റീന ജയിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്ത കളികൾ തോറ്റ നമ്മളെ കെട്ടി തൂക്കും ഇവിടെ. ഞാൻ മറ്റേ UCL ഫൈനലിൽ പറഞ്ഞതിന്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല. അതെ, അത് അന്ന് നമ്മുടെ ഇത് അന്ന് ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് പിള്ളേരെല്ലാം വിളിച്ചിരുത്തി കളി കണ്ട്. ഡാനിയലിനെ ഉറക്കി. ഞാൻ പക്ഷെ പിടിച്ചു നിന്നു കേട്ടോ. മാഡ്രിഡ് ജയിച്ചപ്പോ ഡാനിയൽ തകർന്ന്. അതൊക്കെ ഇനി പറയണ്ട, ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ 3 മെയിൻ സംഭവങ്ങളാണ് ഇന്റർനാഷണൽ സ്പോർട്സ് ആയിട്ട് നടക്കുന്നത്. വേറെ ഒന്നും അങ്ങനെ. കോപ്പ അമേരിക്ക, യൂറോ ഒക്കെ ഇനിയും കുറച്ചുകൂടെ കളി വരാനുണ്ട്. നല്ല നല്ല കളികൾ നടക്കുന്നതേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേജ് തുടങ്ങാൻ പോകുന്നൊക്കെ ഉള്ളൂ. അതെ, ലിജോയുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് എല്ലാം കഴിഞ്ഞു. ലിജോയുടെ ഒരു പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു ലിജോ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമില്ല. ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. തമാശകൾ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണോ? അതെ. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ലിജോ സന്തോഷവാനാണോ? അതെ, സന്തോഷവാനാണ്. അത് കേട്ടാ മതി. ഇതായിരുന്നു ആദ്യം ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഡാനിയേലും ഇരിക്കാനായിരുന്നു. അപ്പോൾ ലിജോ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലിജോയെ ഒന്ന് വിളിച്ചാന്നുണ്ട്. ലിജോ സ്പോർട്സ് കാര്യത്തിലൊക്കെ, സ്പോർട്സ് എന്നല്ല എല്ലാ കാര്യത്തിലും അത്യാവശ്യം അഗ്രഗണ്യനാണ്. ചൂതാട്ടൻ ലിജോ എന്നാണ് ലിജോനെ അറിയപ്പെടുന്നത്. അത് പുള്ളി ഡ്രീം 11 അതുപോലുള്ള കളികൾ കളിക്കുന്നതുകൊണ്ടാണ്. അത് വിട്, അതല്ല നമ്മുടെ കാര്യം പറയാൻ. അതായത് നമ്മൾ ലിജോയെ വിളിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ലിജോ അഭിനയത്തിൽ ഭയങ്കര മുഴുകി. അപ്പം നമ്മൾ വിളിച്ചപ്പോൾ അയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഷർട്ടൊക്കെ ഇനി എടുക്കാൻ പോകും. നോക്കിയപ്പോൾ തേച്ചുണക്കി ഒരു സൈഡിൽ വെച്ചേക്കുന്നു. തേച്ചുണക്കിയത് എടുത്തിട്ട് അയ്യോ വയ്യ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാല് ലിജോയ്ക്ക് സ്പോർട്സിൽ ഒരുപാട് വലിയ അറിവുകളുണ്ട്. ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടം പോലെ ലിജോ സ്പോർട്സ് കാണുന്നത്. എല്ലാ കളികളും, ഹോക്കി വരെ ലിജോ കാണും. ഹോക്കി വരെ അത്രയ്ക്കുള്ള സ്പോർട്സിനെ ഫോളോ ചെയ്യുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ലിജോ മാത്രമാണ്. സൂചിച്ചല്ലേ? അപ്പോ നമുക്ക് ഈ വീഡിയോ സോ വി കുറച്ച് തമാശകൾ വൈൻഡിങ് അപ്പ്. ഇറ്റ്സ് മീ ജെറിൻ ജേക്കബ് ജോൺ, ലിജോ വർഗീസ്, ഹോസ്റ്റ് ഡാനിയൽ റിജിമോൻ. ബൈ.